കാരശ്ശേരി പഞ്ചായത്തിലെ മാടാമ്പുറം കരിമ്പനക്കണ്ടി പ്രദേശത്ത് മണ്ണിടിച്ചിൽ നേരിടുന്നതായി പരാതി. കരിമ്പനക്കണ്ടിക്കുന്നിന്റെ മറുവശത്ത് പ്രവർത്തിക്കുന്ന ക്വാറിയിൽ വൻതോതിൽ മണ്ണിടിഞ്ഞതോടെയാണ് മാടാമ്പുറം കരിമ്പനക്കണ്ടി പ്രദേശത്തെ 40ഓളം വീടുകാർ മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്നത്. കാരശ്ശേരി പഞ്ചായത്തിലെ മാടാമ്പുറം കരിമ്പനക്കണ്ടി പ്രദേശത്തെ 40ഓളം വീടുകൾ ഏറെ ഭീതിയോടെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്തിയുറങ്ങുന്നത്. കരിമ്പനക്കണ്ടിക്കുന്നിന്റെ മറുവശത്ത് പ്രവർത്തിക്കുന്ന അൽഫ ക്രഷർ ആൻഡ് ക്വാറിയിൽ വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായതാണ് ഭീതിക്ക് കാരണം. ശക്തമായ മഴ പെയ്യുമ്പോഴും കഴിഞ്ഞ 2 ദിവസം മുൻപ് വരെ ക്വാറി പ്രവർത്തിച്ചിരുന്നുവെന്നും ഇതായിരിക്കാം ക്വാറിയിൽ മണ്ണിടിയാൻ കാരണമെന്നുമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി മാടാമ്പുറം കരിമ്പനക്കണ്ടി പ്രദേശത്തെ വീടുകളുടെ മുറ്റത്തുകൂടി ഉറവയെടുത്ത് ശക്തമായി വെള്ളം ഒഴുകുകയാണ്. ഇത് വലിയ മണ്ണിടിച്ചിലിന് കാരണമാകുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. വിഷയം വാർഡ് മെമ്പറെയും വില്ലേജ് ഓഫീസറെയും അറിയിച്ചിട്ടുണ്ടെങ്കിലും വില്ലേജ് ഓഫീസ് സ്ഥലം സന്ദർശിച്ചുവെന്നും പ്രദേശവാസികൾ പറയുന്നു. കാരശ്ശേരി മാടാമ്പുറം ജംഗ്ഷനിലെ ഞങ്ങളെ വീട് കോറിയിൽ അതിശക്തമായ മണ്ണിടിച്ചിൽ, അൽഫ ക്രഷറിലെ കോറിയിൽ അതിശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവർക്കും ഒരു ഭീഷണിയായിട്ട് നമ്മൾ വില്ലേജ് മെമ്പറോടും വില്ലേജ് ഓഫീസറോടും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആ വില്ലേജ് ഓഫീസർ പോയി നോക്കിയിട്ട് അത് ഗംഭീരം വലിയ മണ്ണിടിച്ചിലാണ്, അതുകൊണ്ട് നമുക്ക് ഭീഷണിയാണ്, ജനങ്ങൾക്കൊക്കെ ഒരു ഭീതിയിലാണ് നിൽക്കുന്നത്. 40-45 വീടുകളാണ് ഉണ്ട് ഇവിടെ താഴത്ത് താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പ്രകമ്പം ഉണ്ടാവുന്നുള്ളതിന് വെള്ളം അതിശക്തമായിട്ട് ഇവിടെ ഉറവൊക്കെ കൂടിയിട്ടുണ്ട് മഴ പെയ്തുകൊണ്ട്. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രായം ചെന്നവരെയും കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെയും കൊണ്ട് രാത്രികാലങ്ങളിൽ ഏറെ ഭീതിയിലോടെയാണ് പ്രദേശത്തുകാർ കഴിയുന്നത്. വലിയ ദുരന്തമുണ്ടാകും മുമ്പ് വിഷയത്തിൽ അധികാരികൾ ഇടപെടണമെന്നും ആശാവർക്കറും പ്രദേശവാസിയുമായ സുബീന പറയുന്നു. കരിമ്പനക്കണ്ടി നേരെ മുകളിലാണ് ഒരു മണ്ണിടിച്ചിലുണ്ടായത്. അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് ക്രഷറും ഉണ്ട്, ക്രഷർ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒരുപാട് വീടുകൾ, ഒരു 40-45ഓളം വീടുകൾ ഇതിൻ്റെ നേരെ താഴെ ഉണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ഭീഷണി ഉണ്ട്. ഉറവുവെള്ളം നല്ലോണം കൂടിയിട്ടുമുണ്ട്. പിന്നെ ഒരുപാട് കുടുംബങ്ങളുള്ളതിനോട് ഭയങ്കരമായിട്ടുള്ള ഭീഷണികളുണ്ട്. ക്രഷർ ഇപ്പം പ്രവർത്തിക്കുന്നുണ്ടോ, കുറച്ച് ദിവസം മുന്നേ പ്രവർത്തിച്ചിനാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ അവിടെ പോയിട്ട് നോക്കിയപ്പോൾ ഒരുപാട് ഇടിഞ്ഞിനാണ്, മണ്ണിടിഞ്ഞിട്ടുണ്ട്. മണ്ണിടിഞ്ഞ കാഴ്ച ഏറെ ഭയാനകമാണെന്നും വലിയ ദുരന്തമുണ്ടായാൽ 40ലേറെ കുടുംബങ്ങളെയാണ് ഇത് ബാധിക്കുക എന്നും അധികൃതർ വിഷയത്തിൽ ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ഈ ഭാഗത്ത് ഏതാണ്ട് മുഴുവൻ ഇടിഞ്ഞ് താഴേക്ക് പറ്റിച്ചിട്ടുണ്ട്. ഒരുപാട് മരങ്ങൾ, അതേപോലെ കവുങ്ങുകളും മറ്റൊക്കെ ആ മണ്ണിന്റെ കൂടെ താഴേക്ക് വന്നിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇവിടെ ഒരു ക്രഷർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കാരണമാണോന്ന് അറിയില്ല. ഏതായാലും ഈ മണ്ണ് വളരെയധികം ചീടിമണ്ണ് പോലെയാണ്, പെട്ടെന്ന് ഇടിഞ്ഞിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുന്നിന്റെ മറ്റൊരു ഭാഗം പെട്രോൾ പമ്പ് നിർമ്മാണത്തിനായി വ്യാപകമായി മണ്ണെടുത്തതോടെ സംസ്ഥാന പാതയിലെ യാത്രക്കാർക്ക് പോലും ഭീഷണിയാകുന്ന രീതിയിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട്. വയനാട് ദുരന്തം പോലെ മറ്റൊരു ദുരന്തം ഉണ്ടാകും മുമ്പ് അധികൃതർ ഇടപെടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, മുക്കം.